കോൺഗ്രസിന്റെ കഷ്ടകാലം അവസാനിച്ചെന്നാണ് ചില കാര്യങ്ങൾ നൽകുന്ന സൂചന. പറഞ്ഞു വരുന്നത് കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കിനെ കുറിച്ചാണ്. നിരവധി പേരാണ് ഈ അടുത്ത കാലത്തായി വിവിധ പാർട്ടികൾ വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുമാറ്റങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാനും പ്രമുഖർ കോൺഗ്രസിൽ ചേർന്നതും ശ്രദ്ധേയമായി. BSP ലോക്സഭാംഗം ഡാനിഷ് അലി, ജൻ അധികാർ പാർട്ടി അധ്യക്ഷൻ പപ്പു യാദവ്, ജാർഖണ്ഡിലെ മുൻ BJP വിപ്പ് ജയപ്രകാശ് ഭായ് പട്ടേൽ എന്നിവരാണ് AICC ആസ്ഥാനത്തെത്തി കോൺഗ്രസിൽ ചേർന്നത്. ജനതാദൾ S നേതാവും ദേവഗൌഡയുടെ വിശ്വസ്തനും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന ഡാനിഷ് അലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് BSPയിലേക്ക് എത്തിയത്. JDS നേതൃത്വത്തിന്റെ സമ്മതത്തോടെയായിരുന്നു UP സ്വദേശിയായ ഡാനിഷ് BSP ടിക്കറ്റിൽ അംറോഹ മണ്ഡലത്തിൽ മത്സരിച്ചത്. ഏറെ നാളായി പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന ഡാനിഷ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അംറോഹ മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ഡാനിഷ് മത്സരിക്കുമെന്നാണ് സൂചന. പാർട്ടി പ്രമുഖ നേതാവ് പപ്പു യാദവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേതാവിന്റെ ജന അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചിരിക്കുകയാണ്. സീമാഞ്ചൽ മേഖലയിൽ ഇന്ത്യ സഖ്യത്തിന് ഇത് കൂടുതൽ കരുത്തേകും. അതേസമയം പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ പപ്പു യാദവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാകും. JAP ബീഹാറിലെ മഹാസഖ്യത്തിൽ ചേരാൻ ഏറെ കാലമായി ശ്രമിച്ചിരുന്നുവെങ്കിലും RJD നേതൃത്വം എതിർത്തിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്ക് ചേരി മാറിയതോടെയാണ് പപ്പു യാദവിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തത് എന്ന് തന്നെ പറയാം. ജനതാദൾ U മുന്നണി വിട്ട ശേഷം ഇന്ത്യ സഖ്യം വിപുലീകരിക്കാനുള്ള RJD നീക്കം ജന അധികാർ പാർട്ടിക്ക് സഹായകവുമായി. ലാലു യാദവിനെ വസതിയിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങിയ ശേഷമാണ് പപ്പു യാദവ് കോൺഗ്രസുമായുള്ള ലയന പ്രഖ്യാപന ചടങ്ങിലേക്ക് പോയത്. അടുത്തത് ജയപ്രകാശ് വിപ്പ്. ജാർഖണ്ഡിൽ BJP വിപ്പും 3 തവണ MLAയുമായ ജയപ്രകാശാണ് BJP വിട്ട് കോൺഗ്രസിലെത്തിയ മൂന്നാമത്തെയാൾ. മണ്ഡോ മണ്ഡലത്തിലെ മുൻ MLAയാണ് ഇദ്ദേഹം. ഇനി ഹസാരിബാഗ് മണ്ഡലത്തിൽ ജയപ്രകാശ് പട്ടേലിനെ മത്സരിപ്പിക്കും. കഴിഞ്ഞ 2 തവണയും മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹയാണ് BJP സ്ഥാനാർത്ഥിയായി ഹസാരിബാഗിൽ ജയിച്ചത്. ഇത്തവണ മനീഷ് ജയ്സ്വാൾ ആണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സഹോദരന്റെ ഭാര്യ സീത കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നിരുന്നു. ഇതിനിടയിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയ മറ്റൊരു നേതാവാണ് ചൗധരി ലാൽ സിംഗ്. മുൻ മന്ത്രി കൂടിയായ ഇദ്ദേഹം ഉധംപൂർ സീറ്റിൽ ഇനി മത്സരിക്കും. BJPയുടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് കഴിഞ്ഞ 2 തവണ ഇവിടെ വിജയിച്ചത്. കോൺഗ്രസ് നേതാവായിരുന്ന ചൗധരി ലാൽ 2014ലാണ് BJPയിൽ ചേർന്നത്. തുടർന്ന് കശ്മീരിലെ PDP BJP സർക്കാരിൽ അംഗവുമായി. കട്വയിൽ 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന റാലിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ 2017ൽ പുറത്താക്കിയിരുന്നു. തുടർന്നാണ് സ്വന്തം സംഘടനയുണ്ടാക്കിയത്. നേരത്തെ 2 തവണ ഉധംപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുള്ള ചൗധരി ലാലിന്റെ മടങ്ങിവരവ് കോൺഗ്രസിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം അസമിൽ പാർട്ടി വിട്ട കോൺഗ്രസ് MP മടങ്ങിയെത്തിയതും ശ്രദ്ധേയമായി. അടുത്തിടെ രാജിവെച്ച അബ്ദുൾ ഖാലിഖാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി ചർച്ച നടത്തിയ ശേഷം പാർട്ടിയിൽ തുടരാൻ തീരുമാനിച്ചത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. അസമിൽ കഴിഞ്ഞ തവണ 3 പേരാണ് വിജയിച്ചത്. അതിൽ ഖാലിഖ് ഒഴികെയുള്ള 2 പേരും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് രാജി പിൻവലിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ നേതാക്കളുടെ ഈ മനംമാറ്റം കോൺഗ്രസ് പാർട്ടിയിൽ പച്ചക്കൊടി വീശാൻ സമയമായി എന്നതിന്റെ സൂചനയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുകയല്ലാതെ മോദിക്കും കൂട്ടർക്കും വേറെ വഴിയൊന്നുമില്ല.